ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഞാൻ ഉൾപ്പെടെയുള്ള CPM-ന്റെ വക്താക്കളായിട്ടുള്ള ആളുകളൊക്കെ തന്നെ വെള്ളാപ്പള്ളിയുടെ മലപ്പുറം പ്രസ്താവനക്കെതിരായിട്ട് അതിശക്തമായ നിലപാട് സ്വീകരിച്ചതാണ്. ഒരുപക്ഷെ ആദ്യമായിട്ട് ഇത്തരം വിഷയങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിലേക്ക് ചർച്ചയ്ക്ക് കൊണ്ടുവരുന്നത് തന്നെ ഞങ്ങൾ തന്നെ മുൻകൈയെടുത്താണ്. ആ പ്രസ്താവന വന്ന ഉടനെ തന്നെ അതിലൊരു വിട്ടുവീഴ്ചയും ഞങ്ങൾ ചെയ്തിട്ടില്ല. ഇടതുപക്ഷ മുന്നണിയെയും CPM-നെയും സംബന്ധിച്ചിടത്തോളം ഒരർത്ഥത്തിലും എന്താണ് ഹിന്ദുത്വ വർഗീയതയെ ശക്തിപ്പെടുത്തുന്ന, ധ്രുവീകരണത്തെ ശക്തിപ്പെടുത്തുന്ന, മുസ്ലിം വിരോധത്തിന്റെയും ആ രീതിയിലുള്ള അപരവൽക്കരണത്തിൻ്റെതായ ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയെ എല്ലാ കാലത്തും സ്ട്രാറ്റജിയെ സഹായിക്കുന്ന നിലപാടാണ് എല്ലാ കാലത്തും കോൺഗ്രസ് പാർട്ടി ഈ ഇതിനകത്ത് കേട്ടി കാണുന്ന ഒരു കാര്യം, തോൽവിയുടെ അടിസ്ഥാന കാരണങ്ങളിലൊന്ന് ശബരിമലയെ മുൻനിർത്തി UDF എടുത്തിട്ടുള്ള അഗ്രസീവ് ലൈനുമാണെന്നാണ്, വേറൊന്നും അല്ലെന്നാണ്. അല്ല, അത് ഒരു ഘടകമാണ്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞില്ലേ, പല ഘടകങ്ങളുണ്ട്. അത് നമ്മൾ സംയമനപൂർവ്വം പരിശോധിക്കേണ്ടതാണ്. രണ്ടാമത്തെ കാര്യം മൈനോറിറ്റി സെക്ടേഴ്സിൽ മുഴുവൻ നിങ്ങൾ വാഷ് ഔട്ട് ആയി പോയത് എങ്ങനെയാണ്? അതങ്ങനെ പറയാൻ പറ്റുമോ? നമുക്കിപ്പോ ബേപ്പൂര് അവിടെ രാജീവൻ എന്ന് പറയുന്ന CPM-ന്റെ നേതാവാണ് ജയിച്ചിരിക്കുന്നത്. മുസ്ലിം ഭൂരിപക്ഷ വോട്ടുള്ള സ്ഥലമാണ്. മാറാട് പല അർത്ഥത്തിലും നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സ്ഥലമാണല്ലോ. അവിടെ ജയിച്ചതാരാണ്? CPM-ന്റെ സ്ഥാനാർത്ഥിയാണ്. അപ്പം മുസ്ലിം സമൂഹത്തിനകത്തടക്കം പല തെറ്റിദ്ധാരണകളും ഉണ്ടായിട്ടുണ്ട്. ആ തെറ്റിദ്ധാരണകൾ ആളുകളിലേക്ക് എത്തുന്നതിൽ നിഷാദ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ വെള്ളാപ്പള്ളിയുടെ പ്രസ്താവന, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ നടത്തിയ പ്രൊപ്പഗൻഡ, അതൊക്കെ ജനമനസ്സുകളിൽ എന്ത് വികാരമാണ് ഉണ്ടാക്കിയത് എന്ന കാര്യം വെള്ളാപ്പള്ളിയുടെ പ്രസ്താവനയെ ഞങ്ങൾ വിമർശിച്ചിട്ടുണ്ട്. ഒരു നിമിഷം പ്രസ്താവനയും നിങ്ങൾ ഉൾപ്പെടെ നടത്തിയ പ്രൊപ്പഗൻഡയും ആവുന്നത് എങ്ങനെയാണ്? അതെ, വെള്ളാപ്പള്ളിയുടെ ആരാണ്? നിങ്ങൾ മാധ്യമങ്ങളാണോ? മാധ്യമങ്ങളാണ്. കേരളത്തിലെ മാതൃഭൂമി, മനോരമ. വെള്ളാപ്പള്ളിയുടെ പച്ചക്കള്ളം പ്രസ്താവനയും മറ്റുള്ളവർ അതേക്കുറിച്ച് പറയുന്ന പ്രൊപ്പഗൻഡയും ആവുന്നത് എങ്ങനെയാണ്? അല്ല, ഒരു പ്രൊപ്പഗൻഡ എന്ന് പറയുന്നത് എന്താണ് അജിംസെ? പ്രൊപ്പഗൻഡ എന്ന് പറയുന്നത് ഒരു വിഭാഗത്തിനെതിരായിട്ട് കൃത്യമായ ഒരു പൊളിറ്റിക്കൽ അജണ്ടയോടുകൂടി എല്ലാ വിഷയങ്ങളെയും കേന്ദ്രീകരിക്കുന്ന ആ രീതിയിൽ ഒരു സെക്ടറിനെതിരായ പച്ചക്കള്ളം വെള്ളാപ്പള്ളി പറയുമ്പോൾ അത് പ്രസ്താവന. കേട്ടുകുഞ്ഞിക്കണ്ണൻ, ഒരു കമ്മ്യൂണൽ വിഭാഗത്തിനെതിരെ വെള്ളാപ്പള്ളി നടത്തുന്ന പ്രസ്താവന, അതേക്കുറിച്ച് അത് ശരിയല്ല എന്ന് മറ്റുള്ളവർ പറയുന്നത് പ്രൊപ്പഗൻഡ. ഇതെങ്ങനെയാണ് ശരിയാവുക? അജിംസെ, വെള്ളാപ്പള്ളി നടത്തിയ പ്രസ്താവനയെ നിങ്ങൾ എതിർക്കുന്നതിനല്ല ഞാൻ പറഞ്ഞത്. അതിന് ഞാനും നിങ്ങളും എല്ലാം ഒരേപോലെ എതിർക്കുന്നതാണ് അതിനെ. പക്ഷെ നമ്മുടെ വിഷയം എന്താണ്? ആ പ്രസ്താവന CPM-ന്റെ ഒരു പൊളിറ്റിക്കൽ നിലപാടാണ്. വെള്ളാപ്പള്ളിയുടെ ഹിന്ദുത്വത്തെ CPM സപ്പോർട്ട് ചെയ്യുകയാണ് എന്ന രീതിയിൽ വെള്ളാപ്പള്ളിയെ നവോത്ഥാന സമിതിയുടെ അധ്യക്ഷനാക്കിയത് ഈ സർക്കാരാണ്. ആ വെള്ളാപ്പള്ളി അയ്യപ്പ സംഗമത്തിലേക്ക് സ്റ്റേറ്റ് കാറിൽ കൊണ്ടുപോയത് ഈ സർക്കാരാണ്. ആ വെള്ളാപ്പള്ളി നടേശനെ വേദിയിൽ ആദരിക്കുന്നത് ഈ സർക്കാർ മുഖ്യമന്ത്രിയുമാണ്. പിന്നെ അങ്ങനെയാണ് പ്രൊപ്പഗൻഡയാവുക. അജിംസെ, ഒരു കാര്യം മനസ്സിലാക്കണം. സർക്കാർ വെള്ളാപ്പള്ളിക്ക് ഒരു വേദി ഒരുക്കിയിട്ടില്ല. വേദിയിൽ ഏതെങ്കിലും രീതിയിൽ ആചരിക്കാൻ അദ്ദേഹത്തിന്റെ സംഘടന, ചരിത്രപരമായ കേരളത്തിന്റെ നവോത്ഥാന ചരിത്രവുമായി ബന്ധപ്പെട്ട ഒന്നാണ് SNDP. അവരൊരുക്കിയ ഒരു വേദിയിൽ അദ്ദേഹത്തിന് നൽകുന്ന സ്വീകരണത്തിന് കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന നിലക്ക് CPM-ന്റെ പോളിറ്റ് ബ്യൂറോ അംഗമായിരിക്കുന്ന പിണറായി വിജയന് പങ്കെടുക്കേണ്ടി വന്നിട്ടുണ്ട്. അവിടെ അദ്ദേഹത്തിന്റെ സംഘടനയോ അദ്ദേഹവും നൽകിയ സംഭാവനകളെ കുറിച്ച് സംസാരിക്കുന്നത് അദ്ദേഹത്തിന്റെ വിദ്വേഷ പ്രചരണത്തോട് സംഘടനയെ ഉപയോഗിച്ച് BDJS എന്ന പാർട്ടി ഉണ്ടാക്കി അതിനെ NDA-യിൽ കൂട്ടിക്കെട്ടി ആ സംഘടനയെ വർഗീയവൽക്കരിക്കാൻ ശ്രമം നടത്തുന്ന ഒരാളെ കുമാരനാശാനോട് ഉപമിച്ചതാരാണ്? അല്ലെന്നേ, അത് നിങ്ങൾക്കും എനിക്കും അസലായിട്ട് അറിയാം. വെള്ളാപ്പള്ളി നടേശന്റെ ഹിന്ദുത്വാനുകൂല നിലപാടോട് ഏറ്റവും ശക്തമായ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാത്ത നിലപാടെടുത്തിട്ടുള്ള പാർട്ടിയാണ് CPM. കേരള തൊഗാടിയാണെന്ന് അദ്ദേഹത്തെ പറഞ്ഞു. അത് 10 വർഷം മുമ്പല്ലേ കേട്ടു. അദ്ദേഹത്തിന്റെ പ്രൊപ്പഗൻഡ, അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന മുസ്ലിം സമൂഹത്തിനെതിരായിട്ടുള്ള അപരവൽക്കരണത്തിൻ്റെതായ ഒരു പ്രൊപ്പഗൻഡയെ ഏറ്റവും ശക്തമായി കേരളത്തിൽ എതിർത്ത് രംഗത്ത് വന്നിട്ടുള്ളത്. ഏറ്റവും ശക്തമായി എതിർക്കാന്ന് പറഞ്ഞാൽ ഇപ്പൊ വെള്ളാപ്പള്ളി നടേശൻ നടത്തിയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സിനെതിരെ പാർട്ടി സെക്രട്ടേറിയറ്റ് ഒരു കുറിപ്പിറക്കിയിട്ടുണ്ട്. അതിൽ വെള്ളാപ്പള്ളിയുടെ പേര് പോലും ഇല്ല, അതിനകത്ത് ശക്തമായ ഭാഷയുമില്ല. കേട്ടി പറയാണ് ശക്തമായി ഞങ്ങൾ എതിർത്ത് പോകുന്നുണ്ട്. ശരിയാണ്, 10 വർഷം മുമ്പ് എതിർത്തിട്ടുണ്ട്. തുടർച്ചയായി എതിർത്ത ഒരു മനുഷ്യനുണ്ടായിരുന്നു. 10 വർഷം മുമ്പല്ലല്ലോ, തുടർച്ചയായി എതിർത്ത ഒരാൾ നിലമ്പൂർ പ്രസംഗം നടത്തുന്നത് SNDP യോഗത്തിന്റെ പരിപാടിയിൽ 10 വർഷം മുമ്പല്ലോ. ഇപ്പൊ എന്താ പാർട്ടി സെക്രട്ടേറിയറ്റിന്റെ കുറിപ്പിൽ പോലും വെള്ളാപ്പള്ളിയുടെ പേരില്ല എന്ന് മാത്രമല്ല വെള്ളാപ്പള്ളിയെ കുറിച്ച് പറയാൻ പാർട്ടിക്ക് കാര്യത്തിൽ വെള്ളാപ്പള്ളി ഹിന്ദുത്വാനുകൂല നിലപാടെടുക്കുമ്പോൾ ശിഹാബ് തങ്ങളോ മറ്റേതെങ്കിലും രാഷ്ട്രീയ നേതാവോ ഹിന്ദുത്വാനുകൂലമായ നിലപാടെടുക്കുമ്പോൾ ശബരിമല പ്രശ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ ആർത്തവലഹള ഉണ്ടാക്കാൻ പോകുന്ന ആളുകൾക്ക് നാരങ്ങ വെള്ളം കലക്കി കൊടുക്കുമ്പോൾ വെള്ളാപ്പള്ളി തൊട്ട് ഇങ്ങനെ ഹിന്ദുത്വത്തെ ഏതെങ്കിലും രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ നിലപാടുകൾക്കും CPM എതിരാണ്. ശരി, ഓക്കെ.